ഒരു വലിയ കെട്ടിടം പണിയുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം എന്തായിരിക്കും? അതിന് എത്ര ചെലവ് വരും, അല്ലേ? അപ്പോ ആയിരക്കണക്കിന് കോടികൾ ചെലവ് വരുന്ന ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ വില പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എങ്ങനെ കൃത്യമായി കണക്കാക്കാൻ പറ്റും? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പല ഘട്ടങ്ങളായിട്ടാണ് കണ്ടെത്താൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കും ഈ കോടികളുടെ കണക്കുകളൊക്കെ വെറും ഊഹങ്ങളാണോ എന്ന്. പിന്നെ ഇതിനായുള്ള ചില നിയമപുസ്തകങ്ങളെ പരിചയപ്പെടും. ഒരു ഡിസൈനിൽ നിന്ന് എങ്ങനെ കൃത്യമായൊരു എസ്റ്റിമേറ്റിലേക്ക് എത്തുന്നു, ഓരോ ചെറിയ സാധനത്തിനും എങ്ങനെ വിലയിടുന്നു എന്നൊക്കെ മനസ്സിലാക്കും. അവസാനം ഈ ചെലവുകളുടെയെല്ലാം യഥാർത്ഥ അടിസ്ഥാനം എന്താണെന്നും നമ്മൾ കണ്ടെത്തും. ശരി, അപ്പം നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. കോടികളുടെ ഊഹം. ഇവിടെയാണ് നമ്മൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു ആശുപത്രി, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റേഡിയം, അതുമല്ലെങ്കിൽ ഒരു അമ്പരചുംബിയായ കെട്ടിടം. ഒരൊറ്റ കല്ലുപോലും വയ്ക്കുന്നതിന് മുൻപ് അതിന്റെ യഥാർത്ഥ വില എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പറയും? ഇത് വെറുമൊരു ചോദ്യമല്ല, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളുടെ ഭാവിയാണ് ഈ ഒറ്റ ചോദ്യത്തിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ വെറും ഊഹങ്ങളല്ല. അതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. ആ ഒരു ശാസ്ത്രീയ ശാഖയാണ് നമ്മൾ ക്വാണ്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഈ സങ്കീർണമായ പ്രക്രിയയ്ക്ക് ഒരു ചിട്ടയും വ്യവസ്ഥയും വേണ്ടേ? അതിന് സഹായിക്കുന്ന ചില ഔദ്യോഗിക സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ട്. നമുക്ക് ആ ബഡ്ജറ്റുകൾക്കുള്ള നിയമപുസ്തകത്തിലേക്കൊന്ന് നോക്കാം. അപ്പം എന്താണ് ഈ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ഒരു കെട്ടിടം പണിയാൻ ആവശ്യമായ ഓരോ ചെറിയ കാര്യവും, സിമന്റ്, കമ്പി, ഇഷ്ടിക, ജനലുകൾ, എന്തിന് വാതിലിന്റെ ഒരു ചെറിയ പിടി വരെ എത്ര എണ്ണം വേണമെന്ന് കൃത്യമായി അളക്കുന്നതിനെയാണ് ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ വരുന്ന അടുത്ത സ്റ്റെപ്പാണ് കോസ്റ്റിംഗ്. അതായത് നമ്മൾ അളന്നെടുത്ത ഓരോ സാധനത്തിനും ഒരു വില കൊടുക്കണ്ടേ? എത്ര സാധനങ്ങൾ വേണം എന്ന ചോദ്യത്തിൽ നിന്ന് അതിന് എത്ര പണമാകും എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രക്രിയയാണിത്. ഈ പ്രോസസ്സ് നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു നിയമപുസ്തകമുണ്ട്. അതാണ് RICS, അതായത് റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് സർവേയേഴ്സിന്റെ ന്യൂ റൂൾസ് ഓഫ് മെഷർമെന്റ്. ഒരു കെട്ടിടത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിനും ഓരോ പ്രത്യേക ഗൈഡുണ്ട്. NRM-1 പ്രാരംഭഘട്ട എസ്റ്റിമേറ്റുകൾക്ക്, NRM-2 വളരെ ഡീറ്റെയിൽഡായ അളവുകൾക്ക്, NRM-3 ആണെങ്കിൽ കെട്ടിടം പണിത ശേഷമുള്ള മെയിന്റനൻസിനും. ശരി, അപ്പം നമുക്ക് പ്രോജക്റ്റിന്റെ ഏറ്റവും തുടക്കത്തിലേക്ക് തന്നെ പോകാം. അതായത് ഒരു ആശയം മാത്രമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ചെലവുകൾ കണക്കാക്കുന്നതെന്ന് നോക്കാം. പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ള പ്രധാന ടൂളാണ് NRM-1. സാധ്യതാ പഠന സമയത്ത് ഇത് നമുക്കൊരു ഏകദേശ ധാരണ തരും. ഡിസൈൻ പുരോഗമിക്കുമ്പോൾ ബഡ്ജറ്റ് കയ്യിൽ നിന്ന് പോകാതെ നോക്കാൻ ഇത് സഹായിക്കും. കെട്ടിടത്തിന്റെ മൊത്തം ഏരിയ പോലുള്ള വലിയ അളവുകളെ ആശ്രയിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ഭക്ഷണ സാധനത്തിന്റെ പുറത്തുള്ള പോഷകവിവര സംഗ്രഹം പോലെ കെട്ടിടത്തിന്റെ ഒരു സമ്മറിയാണിത്. ഓക്കെ, ആ ഒരു വലിയ ചിത്രത്തിൽ നിന്ന് നമുക്ക് നേരെ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് വരാം. ഓരോ ഇഷ്ടികയ്ക്കും എങ്ങനെയാണ് വിലയിടുന്നത് എന്ന് നോക്കാം. ഇവിടെയാണ് NRM-1ഉം NRM-2ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. NRM-1 ഒരു ലോക ഭൂപടം പോലെയാണെങ്കിൽ അത് നമുക്കൊരു വിശാലമായ കാഴ്ച തരും. പക്ഷേ NRM-2 ഒരു മൈക്രോസ്കോപ്പ് പോലെയാണ്. ഓരോ ചെറിയ കാര്യത്തിന്റെയും കൃത്യമായ വില അത് നമുക്ക് കാണിച്ചു തരും. NRM-2 ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഡീറ്റെയിൽഡ് ലിസ്റ്റിന് ഒരു പേരുണ്ട്, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി BOQ എന്ന് പറയും. വിലയിടലിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ഒരു വിഭവം ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന ലിസ്റ്റ് പോലെ ഒരു കെട്ടിടം പണിയാനുള്ള ഔദ്യോഗിക ചേരുവകളുടെ ലിസ്റ്റാണിത്. ഒരു BOQ എത്രത്തോളം ഡീറ്റെയിൽഡ് ആണെന്നറിയാമോ? കോൺക്രീറ്റിന്റെ അളവ് മാത്രമല്ല, വാതിലിന്റെ ഒരു ചെറിയ പിടിയുടെ എണ്ണം വരെ അതിലുണ്ടാകും. ഇതിന്റെ ഗുണമെന്താണെന്നാൽ കോൺട്രാക്ടർമാർക്കെല്ലാവർക്കും ഒരേ സാധനത്തിന് വിലയിടാൻ പറ്റും. അതുപോലെ ക്ലയന്റിന് കിട്ടുന്ന വിലകൾ തമ്മിൽ എളുപ്പത്തിൽ താരതമ്യം ചെയ്യാനും സാധിക്കും. പക്ഷേ ഒരു സംശയം വരാം, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഒരേ നിയമങ്ങൾ പാലിക്കേണ്ടത്? നിർമ്മാണ രംഗത്ത് ഇത്തരം പൊതുവായ നിയമങ്ങൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? ഈ നിയമങ്ങളൊന്നും ഒരിടത്ത് നിൽക്കുകയല്ല. കാലത്തിനനുസരിച്ച് അവയും മാറും. പണ്ട് SMM7 എന്നൊരു സ്റ്റാൻഡേർഡ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് NRM-2 ആണ്. കാരണം BIM, അതായത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് പോലെയുള്ള പുതിയ ഡിജിറ്റൽ ടെക്നോളജിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ NRM-2ന് കഴിയും. ഇത് വെറുമൊരു മാറ്റമല്ല, ഒരു വലിയ കുതിച്ചുചാട്ടമാണ്. ഈ വിഷയത്തിന്റെ ഏറ്റവും കാതലായ ഒരു കാര്യം പറയുന്നൊരു വാചകമുണ്ട്,
കൃത്യമായ അളവെടുക്കലാണ് ഒരു പ്രോജക്റ്റിലെ സാധ്യതാ പഠനം മുതൽ അന്തിമ കണക്കുകൾ വരെയുള്ള എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളുടെയും അടിത്തറ. അപ്പോ ഈ സ്റ്റാൻഡേർഡ് നിയമങ്ങളുടെ യഥാർത്ഥ ശക്തി ഇതാണ്. എല്ലാവരും ഒരേ നിയമം പാലിക്കുമ്പോൾ ഓരോ കോൺട്രാക്ടറും ഒരേ കെട്ടിടത്തിനാണ് വിലയിടുന്നതെന്ന് ഉറപ്പാക്കാം. ഇത് മത്സരം ന്യായമാവാനും ചെലവുകൾ സുതാര്യമാവാനും സഹായിക്കുന്നു. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ചെലവുകളുടെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഈ യാത്ര നോക്കൂ. ആദ്യം സാധ്യതാ പഠനത്തില് NRM-1 ഉപയോഗിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുന്നു. ഡിസൈൻ ഘട്ടത്തിൽ ഇത് വിശദമായൊരു കോസ്റ്റ് പ്ലാനായി മാറും. പിന്നെ ടെൻഡറിനായി NRM-2 ഉപയോഗിച്ച് കൃത്യമായ BOQ തയ്യാറാക്കുന്നു. നിർമ്മാണ സമയത്ത് ഈ BOQ ആണ് നമ്മുടെ ഗൈഡ്. അവസാനം കെട്ടിടം പൂർത്തിയായി കഴിയുമ്പോൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതും ഈ അളവുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ക്വാണ്ടിഫിക്കേഷൻ ഒരു നിഴൽ പോലെ കൂടെയുണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതൊരു ഊഹക്കച്ചവടമല്ല, ഇതൊരു ശാസ്ത്രമാണ്. വിജയകരമായ ഓരോ വലിയ പ്രോജക്റ്റിന്റെയും പിന്നിൽ ഇങ്ങനെയൊരു ഭദ്രമായ സാമ്പത്തിക അടിത്തറയുണ്ട്. നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോഴും ഭാവിയിലേക്കൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ സ്മാർട്ടാവുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ, ഡേറ്റ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കണ്ണിൽ കാണാൻ പറ്റാത്ത ഘടകങ്ങളുടെ വില നമ്മൾ എങ്ങനെ അളക്കും? അതിന്റെ ചെലവെങ്ങനെ കണക്കാക്കും? ഒരുപക്ഷേ ക്വാണ്ടിഫിക്കേഷൻ എന്ന ഈ ശാസ്ത്രത്തിന്റെ ഭാവി ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കാം.